ഇന്ന് സൺഡേ ആണ്. സൺഡേ സ്പെഷ്യലായിട്ട് ചിക്കൻ കറിയാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ചിക്കൻ കറി ഒരു പ്രത്യേക രീതിയിലാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. തേങ്ങ അരച്ചിട്ടില്ല, മറിച്ച് തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ചിക്കൻ കറി ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെങ്ങനെയാണ് അതിൻ്റെ ചേരുവകൾ എന്നുള്ളത് ഞാനിപ്പം പറഞ്ഞു തരാം. തൽക്കാലം ഈ കറി അടുപ്പൊന്ന് കെടുത്തിയിട്ട് അടുത്ത പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് കറി. ഇതിൻ്റെ ചേരുവകൾ എന്ന് പറയുന്നത് ആകെ 2 കിലോ കോഴിയാണ് മേടിച്ചത്. 2 കിലോ കോഴിക്ക് ഞങ്ങൾ മസാലപ്പൊടികളൊന്നും ചേർത്തിട്ടില്ല. എല്ലാം ഒറിജിനലായിട്ടുള്ള മല്ലി, മുളക്, പെരിഞ്ചീരകം തുടങ്ങിയ അതിൻ്റെ ലിസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. 20 വറ്റൽമുളക്, അതിൻ്റെ ആവശ്യത്തിനുള്ള മല്ലി, പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, പിന്നെന്താണ് ഇഞ്ചി, വെളുത്തുള്ളി തുടങ്ങിയവ. ഇവയെല്ലാം ചേർത്ത് ആദ്യം മുളകും മല്ലിയെല്ലാം കൂടെ വറുത്തിട്ട് പ്ലസ് ഇതിൻ്റെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ഐറ്റം, ഒരു 25 ഗ്രാം മാത്രം വരുന്ന ഒരു ഐറ്റം, കൂടുതലൊന്നുമല്ല, വെറും 25 ഗ്രാം. അതായത് നിലക്കടല, കപ്പലണ്ടി എന്നും നമ്മൾ മലയാളത്തിൽ പറയും. നിലക്കടലയാണ് ചേർക്കുന്നത്. അതും കൂടെ വറുത്ത് ചേർത്തിട്ടാണ് അരച്ച് ഇത് ആദ്യം ചുവന്നുള്ളി, ഒരു 1/2 കിലോ ചുവന്നുള്ളി ഇതിന് നിർബന്ധമായും വേണം. കാരണം സവോള ചേർക്കരുത്. സവോള ചേർക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ചുവന്നുള്ളിയാണ്. 2 കിലോ കോഴിക്ക് 1/2 കിലോ ചുവന്നുള്ളി ഇത് പൊളിച്ച് നന്നായി വഴറ്റിയിട്ട് ഒരു 1/4 കിലോ നാടൻ തക്കാളി, അതായത് പുളിയുള്ള നാടൻ തക്കാളി, അതും കൂടെ ചേർത്തിട്ടാണ് ഈ വറുത്ത മസാലകൾ ലാസ്റ്റ് ആഡ് ചെയ്ത്, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ലാസ്റ്റ് ആഡ് ചെയ്ത്, എന്നിട്ടാണ് ഈ അരിഞ്ഞു വെച്ച 2 കിലോ കോഴിയും കൂടെ ഇതിനകത്തിട്ട് തിളപ്പിച്ചെടുക്കുന്നത്. ലാസ്റ്റ് ഉണ്ടെങ്കിൽ മല്ലിയില തൂവാനുണ്ടെങ്കിൽ തൂവാം, അതല്ലെങ്കിൽ വേണമെന്നില്ല. പക്ഷെ ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ചേർക്കുന്ന സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ നിലക്കടലയാണ് ഞങ്ങൾ ചേർക്കുന്നത്. നിലക്കടല വറുത്ത് ചേർത്ത് ഉണ്ടാക്കുന്ന പ്രത്യേക സൈസ് കാര്യമാണ്. നിലക്കടല പ്ലസ് നാടൻ തക്കാളി, ചുവന്നുള്ളി, 3 ഐറ്റമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഐറ്റങ്ങൾ. ഇതാണ് ഇതിൻ്റെ ഫ്ലേവർ. പ്ലസ് 20 വറ്റൽമുളക്, മല്ലി, ഒറിജിനൽ മല്ലി, പെരിഞ്ചീരകം, ഒരു 5 ഗ്രാം ചെറിയ ജീരകം, ഗ്രാമ്പു, പട്ട, ഏലയ്ക്ക, ജാതിപ്പത്തിരി, കുറേശ്ശെ ഞങ്ങൾ പ്രത്യേക മസാലകളും ചേർക്കാത്തതുകൊണ്ട് ഒറിജിനലായിട്ട് തന്നെയാണ്. ഇതെല്ലാം കൂടെ വറുത്ത് ചുവന്നുള്ളി 1/2 കിലോ ചുവന്നുള്ളി വഴറ്റി അതിന് ശേഷമാണ് ഇതെല്ലാം കൂടെ തക്കാളി, ഇപ്പോൾ നാടൻ തക്കാളി, പുളിത്തക്കാളിയാണ്. നാടൻ തക്കാളി നിർബന്ധമായിട്ട് വേണമെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ഇതിന് പുളിയുണ്ട്. നാടൻ തക്കാളിക്ക് പുളി ചേരാൻ വേണ്ടിയാണ്. അങ്ങനെ ഈ സവോള എല്ലാം വഴറ്റി ലാസ്റ്റ് സവോള എല്ലാം ചുവന്നുള്ളി എല്ലാം വഴറ്റി പാകപ്പെട്ട് കഴിയുമ്പോൾ അവസാനം അതിൻ്റെ ഭാഗത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് പുളിത്തക്കാളി കൂടെ ചേർത്ത് ആദ്യമേ വറുത്ത് മാറ്റി വെച്ച നിലക്കടല ഉൾപ്പെടെയുള്ള മസാല സാധനങ്ങൾ വറുത്ത് പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ടാണ് അവസാനം നന്നായി ഒന്ന് കറി പാചകിച്ചിരുന്നത്. കോഴിക്കറി പെട്ടെന്ന് വേകുന്നതാണ്, അധികം താമസമൊന്നും വേണ്ട. മാക്സിമം 20 മിനിറ്റ് മതി. ബ്രോയിലർ കോഴിയല്ലേ, ചടയുന്ന വേഗം. പിന്നെ ഈ കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഉച്ചയ്ക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഉച്ചക്കത്തെ രുചി ആയിരിക്കില്ല. വൈകുന്നേരം അതിൻ്റെ മസാലകളെല്ലാം പിടിച്ച് കഴിയുമ്പോൾ അതിന് വേറൊരു പ്രത്യേക ഒരു ഫ്ലേവർ രുചിയിലാണ് ഈ സാധനം ടേസ്റ്റായിട്ട് നമുക്ക് അനുഭവപ്പെടുക. പറ്റുമെങ്കിൽ സാധിക്കുമെങ്കിൽ ലാസ്റ്റ് കരിയാപ്പില ഇട്ട് ഒന്ന് കടുക് താളിച്ചെടുത്താൽ നല്ല സുഗന്ധമാണ്. ഞങ്ങൾ കരിയാപ്പില പ്രത്യേകിച്ചിട്ടില്ല, ആദ്യം തന്നെ ഇട്ടു. സത്യം പറഞ്ഞാൽ അവസാനം കരിയാപ്പിലയും കൂടെ ഇട്ടൊന്ന് കടുക് താളിച്ചെടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഈ കറിക്ക്. അതാണ് ഈ കറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. സംഭവം തികച്ചും വ്യത്യസ്തമായ ഒരു നാടൻ ചിക്കൻ കറിയാണ്. അങ്ങനെ ഈ ചിക്കൻ കറി കൂട്ടിയാണ് ഞങ്ങൾ ഇത്രയും കറി മാറ്റിയത് വൈകിട്ടത്തേക്ക് വേണ്ടിയാണ്. വൈകിട്ടത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. പ്രത്യേക ഒരു പ്രിപ്പറേഷനിൽ ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ് ഞങ്ങൾ ഇന്നത്തേക്ക് പാചകത്തിന് കൂട്ടി. ആദ്യം ഒന്ന് സാമ്പിൾ ഒഴിച്ച് നോക്കി, നന്നായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഇതിനേക്കാളും നല്ല മാറ്റി വെക്കുന്ന കറി വൈകുന്നേരത്തേക്ക് എടുക്കാൻ വേണ്ടിയാണ്. ഇതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും വൈകുന്നേരം നമ്മളിതെടുത്ത് ഉപയോഗിക്കുമ്പോഴത്തേക്ക്. എന്തായാലും ഓക്കെ, ഇത്രയും നേരം എൻ്റെ ചാനൽ കണ്ട പ്രേക്ഷകർ ഏവർക്കും പ്രത്യേകം നന്ദിയുണ്ട്. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.